YouTube channel. In this video, Epson new model all-in-one ink tank printer Epson L3250 printer driver download and install a simple video. Video channel subscribe, like, comment, share video. ഏതെങ്കിലും browser open ചെയ്യുക അവിടെ Google's homepage എടുത്തതിനു ശേഷം Epson L3250 printer driver എന്നുള്ളത് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക ഇവിടെ കുറേ വെബ്സൈറ്റുകൾ കാണിക്കും ഇവിടെ ഫസ്റ്റ് കാണിക്കുന്ന epson.co.in എന്ന ഇന്ത്യയുടെ ഒഫീഷ്യൽ Epsonന്റെ വെബ്സൈറ്റ് ആണ് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും Okay, ഇപ്പോൾ വെബ്സൈറ്റ് പൂർണ്ണമായിട്ട് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇവിടെ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം കൺഫ്യൂഷൻ വേണ്ട ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് എഴുതി കാണിക്കുന്നുണ്ടല്ലേ അതായിരിക്കും നിങ്ങളുടെ വിൻഡോസിന്റെ വെർഷൻ വരുന്നത് പിന്നീട് ഇവിടെ വിൻഡോസ് 10 64 ബിറ്റ് എന്നുള്ള അവിടെയാണ് ഈ ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് എഴുതി കാണിച്ചിട്ടുള്ളത് അപ്പോൾ അത് സെലക്ട് ചെയ്തതിനു ശേഷം ഈ ഗോ എന്നുള്ളത് കൊടുക്കുക അപ്പോൾ പേജ് ഒന്നുകൂടി റീഫ്രഷ് ആവും അല്ലെങ്കിൽ റീലോഡ് ആയിട്ട് വീണ്ടും ഓപ്പൺ ആയിട്ട് വരും പേജ് റീലോഡ് ആയി വന്നിട്ടുണ്ട് ഇവിടെ താഴെ കണ്ടില്ലേ ഡ്രൈവേഴ്സ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും സ്കാനർ ഡ്രൈവർ ഉണ്ടാവും പ്രിന്റർ ഡ്രൈവർ ഉണ്ടാവും ഈ വീഡിയോയിൽ ഞാൻ പ്രിന്റർ ഡ്രൈവർ ആണ് പറഞ്ഞു തരുന്നത് അപ്പോൾ പ്രിന്റർ ഡ്രൈവറിന്റെ അവിടെ ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നെക്സ്റ്റ് പേജിലോട്ട് വരും അവിടെ ജസ്റ്റ് അക്സെപ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ ഫയൽ ഡൗൺലോഡിങ് നടക്കുന്നതാണ് ഞാൻ അക്സെപ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു കണ്ടില്ലേ മുകളിൽ ഡൗൺലോഡിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സമയത്ത് ഒരിക്കലും USB കേബിൾ കണക്ട് ചെയ്യാൻ പാടില്ല ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് അവസാനം USB കേബിൾ കണക്ട് ചെയ്യാൻ ചോദിക്കും അപ്പോൾ മാത്രമേ കണക്ട് ചെയ്യാൻ പാടുള്ളൂ ഏകദേശം നമ്മൾ ആ ഫയൽ ഡൗൺലോഡിങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ കൊടുക്കുകയാണ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പൺ ആയിട്ട് വരുന്നതാണ് ഞാൻ ജസ്റ്റ് ആ ഡൗൺലോഡ് ചെയ്ത ഫയലിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തു അപ്പോൾ കുറച്ച് നേരത്തെ ലോഡിങ്ങിന് ശേഷം എക്സ്ട്രാക്ഷൻ നടക്കുന്നതാണ് ആദ്യം ഓക്കെ കണ്ടില്ലേ സിപ്പ് ഫയൽ അൺസിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ യെസ് ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക വീണ്ടും ഓക്കെ എന്നുള്ള ക്ലിക്ക് ചെയ്യുക ഇവിടെ എഗ്രി എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഫയൽ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ഇനി കണക്ഷൻ മെത്തേഡ് ചോദിക്കും ഇവിടെ കണ്ടില്ലേ യെസ് ഈ പ്രിന്റർ വൈഫൈ പ്രിന്റർ ആണെങ്കിൽ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നതാണ് വയർലെസ് ആയിട്ട് ഇപ്പോൾ നമ്മൾ USB കണക്ഷൻ വഴി വയേർഡ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത് അപ്പോൾ USB എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ എന്നുള്ളത് കൊടുക്കുക ഈ സമയത്ത് USB കേബിൾ കണക്ട് ചെയ്യാനാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ പ്രിന്ററും കമ്പ്യൂട്ടറും നമ്മൾ USB കേബിൾ കണക്ട് ചെയ്യുക അപ്പോൾ ഇതേപോലെ ഓക്കെ എന്നുള്ള ഓപ്ഷന് കാണാൻ അവിടെ സാധിക്കും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇതേപോലത്തെ അടുത്ത ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും പ്രിന്റർ ഡ്രൈവർ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്നാണ്ട് അത് ജസ്റ്റ് ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് ചെയ്തത് കംപ്ലീറ്റഡ് ആണോ അല്ലേ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുകയാണ് അവിടെ ഡിവൈസസ് ആൻഡ് പ്രിന്റേഴ്സ് പോയിട്ട് നമുക്ക് ആ പ്രിന്റർ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും ഒരു ടെസ്റ്റ് പേജ് പ്രിന്റ് ചെയ്ത് നോക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് കൺട്രോൾ പാനൽ എന്ന് ടൈപ്പ് ചെയ്ത് മുകളിൽ കൺട്രോൾ പാനൽ കാണിക്കുന്നുണ്ട് അത് ക്ലിക്ക് ചെയ്തു അത് ഓപ്പൺ ചെയ്തു അതിൽ നമുക്ക് ആദ്യം വേണ്ടത് ഡിവൈസസ് ആൻഡ് പ്രിന്റേഴ്സ് ആണ് ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക കണ്ടില്ലേ യെസ് ജസ്റ്റ് ആ ഡിവൈസ് ആൻഡ് പ്രിന്റേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് ഓപ്പൺ ആയിട്ട് വരും അതിലുണ്ടാവും നിങ്ങളെ പ്രിന്ററിൻ്റെ പേര് കാണിക്കുന്നതാണ് എൻ്റെ ലാപ്പിൽ കുറേ പ്രിന്റർ ഇൻസ്റ്റാൾ ചെയ്തത് കാരണം കുറേ പ്രിന്ററിൻ്റെ ലിസ്റ്റ് കാണിക്കും നിങ്ങളെ കമ്പ്യൂട്ടറിൽ അത്രക്ക് കാണിക്കാൻ സാധ്യതയില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറേ പ്രിന്റർ ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ടാണ് കുറേ ലിസ്റ്റ് കാണിക്കുന്നത് യെസ് ഇവിടെ അൺസ്പെസിഫൈഡ് എന്നുള്ള ഇവിടെ കണ്ടില്ലേ
ഡിറ്റക്റ്റ് സെർച്ചിങ്ങിലാണ്, കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താലും മതി. ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ മുകളിലുള്ള പ്രിന്റേഴ്സ് എന്ന് പറഞ്ഞ ലിസ്റ്റിലേക്ക് വരും. അത് കുറച്ച് നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം അത് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. യെസ്, മുകളിൽ കണ്ടില്ലേ Epson L3250 സീരീസ് എന്ന് പറഞ്ഞാണ്ട്. അത് ഞാൻ അവിടെ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ പ്രിന്റർ പ്രോപ്പർട്ടീസ് എന്നുള്ളത് സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഇതേപോലത്തെ ഒരു പ്രോപ്പർട്ടീസിൻ്റെ കോൾ ഓപ്പൺ ആയി വരും. ഇവിടെ പ്രിന്റ് ടെസ്റ്റ് പേജ് എന്നുള്ളത് കണ്ടില്ലേ. ഞാൻ ജസ്റ്റ് ആ പ്രിന്റ് ടെസ്റ്റ് പേജ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്തു. ആ സമയത്ത് കമ്പ്യൂട്ടറിൽ നിന്നും പ്രിന്ററിലോട്ട് പ്രിന്റ് ടെസ്റ്റ് പേജിൻ്റെ കമാൻഡ് പോകുന്നതാണ്. അങ്ങനെ പ്രിന്റ് ടെസ്റ്റ് പേജ് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ക്ലോസ് ചെയ്യാനുള്ള ഇത് ചോദിക്കും. അത് ക്ലോസ് കൊടുക്കുക. പിന്നെ വേറെ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. ഇവിടെ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഡു നോട്ട് ഡിസ്പ്ലേ അത് ടിക്ക് ചെയ്തതിന് ശേഷം ഡിക്ലൈൻ വയ്ക്കുക. ഇല്ലെങ്കിൽ എവറി ടൈമിലും ഇതേ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. യെസ്, നമ്മളെ ഫയല് നമ്മൾ കൊടുത്ത ടെസ്റ്റ് പേജ് ഫയൽ പ്രിന്റ് ചെയ്ത് വരുന്നത് കാണാൻ സാധിക്കും. കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.